എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വീട്ടിലുണ്ടായിരുന്നില്ല 2-3 ദിവസം, അതുകൊണ്ട് കാര്യമായിട്ടുള്ള വീഡിയോകളൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. എങ്കിലും ഞാൻ ഇല്ലാത്തത് കൊണ്ട് എൻ്റെ ചെടികൾക്ക് ഉണ്ടായ ചില കുഴപ്പങ്ങൾ കാണിച്ചു തരാം. വളരെയധികം സുരക്ഷിതമായിട്ടും വെള്ളം കിട്ടുന്ന രീതിയിൽ തുണി നനച്ച് വെച്ചിട്ട്, പണ്ടത്തെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടല്ലോ, കോട്ടൺ തുണി അങ്ങനെയൊക്കെ വെച്ചിട്ടാണ് പോയത് കേട്ടോ. ആ ചെടികൾക്കൊന്നും കുഴപ്പം സംഭവിച്ചില്ല. ഇത്രയധികം ചെടികളുള്ളപ്പോൾ നമ്മളങ്ങനെ കോട്ടൺ തുണിയൊക്കെ എല്ലാ ചെടിയുടെ ചോട്ടിലും വെക്കുക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണല്ലേ. അതുകൊണ്ട് അത് എല്ലാത്തിനും വെച്ചിട്ടില്ല. കൂടുതലായിട്ട് വാടുന്ന ചെടികൾക്ക് മാത്രമേ വെച്ചുള്ളൂ കേട്ടോ. ചെമ്പരത്തിക്കൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. ഇതിനൊന്നും അങ്ങനെ അധികം വെള്ളം വേണ്ട ചെടികളല്ലല്ലോ. എങ്കിലും ചട്ടിയിലാകുമ്പോൾ വെള്ളം വേണം. നിലത്താണെങ്കിൽ കുഴപ്പമില്ല. ഈ നിലത്ത് നിൽക്കുന്നതാണ് പ്രശ്നങ്ങൾ. അപ്പോൾ ഈ ചെടിയൊക്കെ ഞാൻ ഒരു പാത്രത്തിൽ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചിട്ടാണ് പോയിട്ട്, അതായത് ചെടി മൂടാൻ പാടില്ല, താഴെവശം മാത്രം ഒരുവിധം ഇത്രയും ഭാഗമായിട്ട് അങ്ങനെ വെള്ളത്തിൽ ഇറക്കി വെച്ചേക്കായിരുന്നു. അതുകൊണ്ട് ആ ചെടിക്ക് കുഴപ്പം വന്നില്ല. ഈ ചെടിയുടെ ചോട്ടിൽ തുണി നനച്ച് വെച്ചിട്ടാണ് പോയത്. കാരണം ഇതിൽ പെട്ടെന്ന് വെള്ളം വറ്റിപ്പോകും കേട്ടോ. ഈ ചട്ടിയിൽ അങ്ങനെയായിരുന്നു. മോളുടെ അവിടെ നല്ല തണുപ്പാണ് കേട്ടോ. അവൾ തൃശ്ശൂർ നല്ല തണുപ്പാണ്. അതുകൊണ്ട് എനിക്ക് തൊണ്ടയൊക്കെ പോയി എൻ്റെ പ്രശ്നമായിട്ടിരിക്കുകയാണ്. പിന്നൊരു കാര്യം കാണിച്ചു തരാം. എലിയുടെ ശല്യം കൊണ്ട് എൻ്റെ കുറേ ചെടികൾ പോയിട്ടാണ്. പിന്നെ വേറൊരു ചെടിയും കൂടി കാണിച്ചു തരാം. നമ്മുടെ ഗോൾഡൻ അരേലിയ ഞാൻ എടുത്തു വെച്ചു തണലത്തിക്ക്. കാരണം എന്താണെന്നറിയോ, ഇത് പെട്ടെന്ന് നിറച്ച് വെള്ളം വേണ്ട ചെടിയാണ്. അതുകൊണ്ട് കണ്ടതിനൊരു മഞ്ഞ കളറ്. ഇത് ഗോൾഡൻ കളറല്ല കേട്ടോ, ഇത് മഞ്ഞച്ചിട്ട് അതിൻ്റെ ഇലകൾ വല്ലാണ്ട് കൊഴിഞ്ഞു. എത്ര വെള്ളം ഒഴിച്ചിട്ടും കാര്യമില്ല കേട്ടോ. എൻ്റെ ഫ്രണ്ട് വന്ന് വെള്ളം ഒഴിച്ചു. അവൾ ഒരു ദിവസം വന്ന് വെള്ളം ഒഴിച്ചു. പക്ഷേ ഇപ്പോൾ അതികഠിനമായി ചൂടായതുകൊണ്ട് ഒരു ദിവസം അങ്ങനെ വെള്ളം ഒഴിച്ചാലും പിറ്റേ ദിവസം ഒഴിക്കാണ്ടാവുമ്പോഴേക്കും ചെടികൾ പോകും കേട്ടോ. ചെത്തിക്കൊന്നും കുഴപ്പമുണ്ടായില്ല കേട്ടോ. ചെത്തിയൊക്കെ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട്, നിറയെ മുട്ടുകളൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ പറ്റിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചെടിക്കാണ് പറ്റിയത്. പിന്നെ പറ്റിയത് നമ്മുടെ പ്രധാനമായൊരു ചെടിക്കാണ്. ഇത് ഒരാൾ കണ്ടോ. അപ്പോൾ പെനീവർട്ട് പോലെ ധാരാളം വെള്ളം വേണ്ട ചെടികൾ, അതായത് വെള്ളത്തിൽ തന്നെ വളരുന്ന ചെടിയാണിത്, മണ്ണിലും വളരും. അങ്ങനെയുള്ള ചെടികൾ നമ്മൾ ഈ ചട്ടിയോട് കൂടിയിട്ട് ഇങ്ങനെ ചട്ടിയോട് കൂടി വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചാൽ മതി കേട്ടോ. അപ്പോൾ പോവില്ല. അപ്പോൾ അങ്ങനെ കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട് യാത്ര പോകുമ്പോൾ. ഇങ്ങനെ കയറ്റി വെച്ചാൽ ചെടികൾക്കൊന്നും കുഴപ്പമില്ല കേട്ടോ. ഇതൊന്നും അധികം വെള്ളം വേണ്ടതും അല്ല. അതുപോലെ ഇവിടെ ഒട്ടും വെയിൽ കൊള്ളില്ലല്ലോ, അതുകൊണ്ട് പ്രശ്നം ഉണ്ടായിട്ടില്ല. നാശം സംഭവിച്ചത് നമ്മുടെ കറ്റാർ വാഴയ്ക്കാണ് കേട്ടോ. കറ്റാർ വാഴയുടെ ചട്ടിയിൽ എലി കയറിയിട്ട് അങ്ങനെ കുത്തി അങ്ങോട്ട് എല്ലാം കളഞ്ഞു. 2 ഞാൻ അവിടെ ഒരു ചട്ടിയിലേക്ക് നട്ടിട്ടുണ്ട്. ഇതൊക്കെ എലി ഇതിൻ്റെ എന്തൊക്കെയോ കടിച്ച് കളഞ്ഞു. എന്താണെന്നറിയില്ല, പെട്ടെന്ന് കറ്റാർ വാഴയുടെ ഒരു സ്നേഹമോ ദേഷ്യമോ എന്താണെന്നറിയില്ല. കണ്ടോ, ഇത് മുറിച്ച് കളഞ്ഞു. മുറിച്ചെന്ന് വെച്ചാൽ കുത്തി താഴ്ത്തിക്കിട്ടു. കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇതൊന്ന് താഴെ നടാമെന്ന് വിചാരിച്ചു ഞാൻ. ഇനി വൈകുന്നേരമായിട്ട് നടാം. ഇപ്പോൾ വെയിൽ വന്നു, അതുകൊണ്ട് വൈകുന്നേരമായിട്ട് നടാമെന്ന് വിചാരിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ പ്രധാനമായിട്ട് നശിച്ചു പോയ സാധനം നമ്മുടെ കറ്റാർ വാഴയാണ്. വേറെ ചട്ടികളിലുണ്ട്, എങ്കിലും ഇതായിരുന്നു നല്ലോണം നിന്നേർന്നത്. എനിക്ക് സങ്കടമായത് കണ്ട. പിന്നെ നമ്മുടെ തൊരപ്പൻ കള്ളൻ എന്താ, ഇന്ന് നമ്മളന്ന് ഞാൻ ഈ ചെടി തന്നെ കാണിച്ചതല്ലേ, പെഡലാന്തസ്, അതൊക്കെ വന്നിട്ട് കുത്തിക്കളഞ്ഞതാണ് കണ്ട. മണ്ണൊക്കെ താഴെയിട്ട് 2 ദിവസം ഇവിടെ ഒച്ച അനക്കവും ലൈറ്റും ഒന്നും കാണാണ്ടായപ്പോഴേ ശല്യം ആരും ഇല്ലല്ലോ എന്നെ ശല്യപ്പെടുത്താമെന്ന് വിചാരിച്ചു. കണ്ടോ, ഇതൊക്കെ ഇങ്ങോട്ട് കടവട ഇതൊക്കെ നടാൻ പുതിയത് പ്രൊപ്പഗേഷൻ ചെയ്യാൻ വെച്ചിരുന്ന കണ്ട ഒക്കെ കളഞ്ഞു കേട്ടോ. ഭാഗ്യം ഞാൻ കുറച്ച് കാന്താരി നട്ടിട്ടുണ്ടായിരുന്നു, അത് ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ മാറ്റി വെച്ചിപ്പോടുന്നു. കണ്ടോ, ഇതിനുള്ളിലൊക്കെ ഇതൊക്കെ കണ്ട കളഞ്ഞു. എന്തായിരുന്നു ആ ചെടി, നമ്മൾ വേറൊരു ചെടി വെച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ പേര് മറന്നുപോയി. ആ ചെടിയൊക്കെ കുത്തിക്കളഞ്ഞു. ഇത് കളഞ്ഞിട്ടില്ല, ഭാഗ്യം. ഇതൊക്കെ തുളച്ചു കണ്ടോ. അതിങ്ങനെ വിട്ട് കിടക്കുകയാണ്, കുറച്ച് മണ്ണിട്ട് കൊടുക്കണം. ഇതൊന്നും കളഞ്ഞില്ല ഭാഗ്യത്തിന്. അപ്പോൾ ഇതൊക്കെയാണ് നാശനഷ്ടങ്ങൾ. നമ്മൾ യാത്ര പോകുമ്പോൾ ഉണ്ടാവുന്ന കഷ്ടങ്ങൾ ഇതൊക്കെയാണ് കേട്ടോ. എന്ന് വിചാരിച്ചിട്ട് നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ, യാത്രകൾ പോകാണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. എന്താ ചെയ്യുക, വളരെ അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾ നമ്മളെങ്ങനെ ഒഴിവാക്കും. ചെടികളൊക്കെ ഉണ്ടെന്ന് വെച്ചിട്ട് എൻ്റെ ഫ്രണ്ട് വന്ന് വെള്ളം ഒഴിച്ചു. ധനലക്ഷ്മി വന്ന്, നമ്മുടെ പൂച്ചക്കുട്ടിയെ കൊണ്ടുപോയ എൻ്റെ ഫ്രണ്ട് ഉണ്ടല്ലോ, അവൾ വന്ന് വെള്ളമൊക്കെ ഒഴിച്ചു. എന്ന് വെച്ചിട്ട് അവൾ ഇത്തിരി ദൂരെ താമസിക്കണം. അവൾക്ക് എപ്പോഴും വന്ന് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. ശരിക്കും 2 നേരം ഇപ്പോൾ വെള്ളം ഒഴിക്കണം കേട്ടോ. എന്നാൽ മാത്രമാണ് ചെടികൾ നന്നായിട്ട് നിൽക്കുള്ളൂ. കാരണം അത്രയ്ക്ക് വെയിലാണ് ഇവിടെ മഞ്ഞുമില്ല, ഒന്നുമില്ല, വെയിൽ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ചട്ടിയിൽ നിൽക്കുന്ന ചെടികൾക്കാണ് പ്രശ്നം. താഴെ നിൽക്കുമ്പോൾ ഈ പ്രശ്നങ്ങളൊന്നുമില്ല കേട്ടോ. അവർക്ക് കുറേ ദിവസങ്ങളോളം വെള്ളം കിട്ടും മണ്ണിൽ നിന്ന് എവിടെന്നെങ്കിലുമൊക്കെ. വേരുകൾ പോയിട്ട് വെള്ളം തേടി എടുത്തോളും. ഈ ചെടിയാണ് അവിടെ നട്ടത്. എലി കുത്തിയാൽ ചെടിയും കൂടി കാണാനില്ല, ചെടി തിന്നു പോകുന്നുണ്ട്. എലിയെ കൊണ്ട് മഹാശല്യമാണ്. ഒരു എലി വെള്ളത്തിൽ വീണ് ചത്തുപോയതാണ്. നമ്മുടെ ഫിഷ് ടാങ്കിൽ നമ്മുടെ ഗപ്പിക്കുട്ടന്മാരെ എല്ലാം കൊന്നു. ആ എലിയും ചത്തു. എലി വന്ന് അതിൽ കയറി വീണപ്പോൾ മൂത്രം ഒഴിക്കുമല്ലോ പേടിച്ചിട്ട്. അങ്ങനെ ആ എലി 1000-ഓളം ഗപ്പികളുണ്ടായിരുന്നു, എല്ലാവരും ചത്തുപോയി. അങ്ങനെ ആ എലിയും ചത്തു വെള്ളത്തിൽ കിടന്നിട്ട്. പക്ഷെ അപ്പോൾ ഞാൻ സന്തോഷിച്ചു,
എന്താണെന്ന് വെച്ചാൽ അവരുടെ മരണത്തിൽ സന്തോഷിക്കാൻ പാടില്ല, എങ്കിലും എൻ്റെ ചെടികളെല്ലാം കളയണ ഒരു എലിയായിരുന്നു അത്. എന്നാൽ പിന്നെ അവൻ്റെ ഭാര്യയോ ഭർത്താവോ മക്കളോ ആരെങ്കിലുമൊക്കെ ആയിരിക്കും എൻ്റെ അച്ഛനെ അമ്മയൊക്കെ നിങ്ങൾ കൊന്നില്ലേ പ്രതികാരം ചെയ്യാമെന്ന് വെച്ച് വന്നതായിരിക്കും. എന്തായാലും ഞാൻ അവനെ എന്തെങ്കിലും ചെയ്യണം, കുറച്ച് എലി ഭക്ഷണം തന്നെ വയ്ക്കണം. സങ്കടമുണ്ട്, ഞാൻ പറയും നീ എൻ്റെ ചെടികൾ എന്തിനാ കളയണേ, നിനക്ക് പറമ്പിൽ പോയിട്ട് എന്തെങ്കിലുമൊക്കെ തിന്നൂടെ എന്ന് ചോദിക്കും. പക്ഷേ പറമ്പിലെ ചെടികളൊക്കെ പുല്ലൊക്കെ കുത്തിക്കളഞ്ഞൂടെ എന്ന് ചോദിക്കും. പക്ഷെ അതിന് ബുദ്ധിയില്ലല്ലോ, എന്താ ചെയ്യുക, കൊല്ലാണ്ട് രക്ഷയില്ല. തന്നെത്താനെ വരാണ്ടായി അവന് നല്ലത്, വന്നാൽ എന്തായാലും വിഷം വെക്കേണ്ടി വരും. അങ്ങനെ വിഷം ഞാൻ ഇതുവരെ വെച്ചിട്ടില്ല കേട്ടോ, കാരണം അവർ അങ്ങനെ തന്നെ അല്ലാണ്ട് തന്നെ ഇങ്ങനെ പോവും. കുറച്ച് കഴിയുമ്പോൾ ചെടികൾ കളയും, പിന്നെ അവരെ കാണാണ്ടാവും, വേറെ ആരെങ്കിലുമൊക്കെ വിഷം വെച്ചിട്ട് അവർ ചത്തുപോകും. എനിക്കങ്ങനെ വിഷം വെക്കേണ്ടി വന്നിട്ടില്ല. പക്ഷേ ഇത് പറ്റ കൈക്ക് ഞാൻ വെക്കും. ഇതേ ഒരാൾ എനിക്ക് സ്വൈര്യം തരണില്ല കേട്ടോ, ഇത് കണ്ടുക. അപ്പം നിങ്ങൾ യാത്രകൾ പോകുമ്പോൾ ചെടികൾ ആരെങ്കിലുമൊക്കെ ഒന്ന് ഏൽപ്പിക്കുക നന്നായിട്ട് കേട്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ ചെടികളൊക്കെ പോവും, ഇങ്ങനെയൊക്കെ സംഭവിക്കും. എന്നുവെച്ചാൽ യാത്ര പോവാതിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇതാണ് ഇന്ന് കാര്യമായിട്ടൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ പറയാനായിട്ട്. എന്നാലും കാര്യമായിട്ട് അങ്ങനെ കുറേയൊന്നും പോയില്ല. അത് അവളുടെ ഒരു സഹായം കൊണ്ട്, എൻ്റെ ഫ്രണ്ടിൻ്റെ അവൾ വന്ന് വെള്ളം ഒഴിച്ചുകൊണ്ടാണ് ഇത്രയും സഹായമായത്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ അവരെയൊക്കെ ഒന്ന് ഏൽപ്പിക്കുക. അല്ലെങ്കിൽ എന്താ പറയുക, ഡ്രിപ്പ് ഇറിഗേഷനൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ലതാട്ടോ, നമുക്കത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് എന്താ പറയണേ കുട്ടികളെ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ വിശേഷങ്ങൾ. പിന്നെ മോളുടെ വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു കേട്ടോ, ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആയിരുന്നു. അതൊക്കെ നന്നായിട്ട് അവിടെ പോയിട്ട് ആഘോഷിച്ചു, സന്തോഷമായിട്ടൊക്കെ തിരിച്ചു വന്നു. അതുകൊണ്ടാണ് ഞാൻ പോയത് കേട്ടോ. അതാ പറഞ്ഞാൽ അത്ര അത്യാവശ്യപ്പെട്ട കാര്യങ്ങൾക്ക് പോകാതിരിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ടാണ് പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഞാൻ നല്ല വീഡിയോകളൊക്കെ ആയിട്ട് വരുന്നതായിരിക്കും കേട്ടോ. അതുവരെ എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുക. എല്ലാവർക്കും ടാറ്റാ.